നമ്മുടെ ഭാഷകൾക്ക് ഏറ്റവും വലിയ സംഭാവന ചെയ്ത ഒരു ദാർശനികനാണ് കേസരി ബാലകൃഷ്ണപിള്ള. അദ്ദേഹം എഴുത്തിലും വായനയിലും ഇങ്ങനെയും ഒഴുകിയിരിക്കുമ്പോൾ അദ്ദേഹത്തെയും കാത്ത് ആ വാതിൽപ്പടിയിൽ ഒരാൾ നിൽക്കുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ 10 വയസ്സുകാരിയായ മകൾ. എന്നാൽ ആ മകളെ ശ്രദ്ധിക്കാനോ പരിഗണിക്കാനോ ചേർത്ത് പിടിക്കാനോ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നില്ല. ഒരു ദിവസം പനി ബാധിച്ച് ആ കുട്ടി മരണപ്പെട്ടു. അദ്ദേഹം വളരെ സങ്കടത്തോടെ എഴുതി, ഞാൻ എൻ്റെ മകളെ ആദ്യമായി ചുംബിച്ചത് ജീവനില്ലാത്ത അവളുടെ നെറ്റിത്തടത്തിലായിരുന്നു. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യന്മാരിൽ ഒരാൾക്കും പുതിയ സന്തോഷങ്ങൾ നൽകാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. എന്നാൽ നമുക്ക് ചുറ്റുമുള്ള ഒരാളിലെ പഴയ സന്തോഷങ്ങൾ നിലനിർത്താൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരാം. കയ്യിലിരിക്കുന്ന നാണയം പോലെയാണ് നമ്മുടെ ആയുസ്സും. അപ്പം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചിലവാക്കാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഒരിക്കൽ മാത്രമേ ചിലവാക്കാൻ പറ്റുകയുള്ളൂ, പിന്നീടത് തിരിച്ചു കിട്ടില്ല. നമ്മളെ ആവശ്യമുള്ള ഇടങ്ങളിൽ ഹാജരാകുമ്പോൾ, അർത്ഥമുള്ള കർമ്മങ്ങളിൽ പങ്കാളിയാകുമ്പോൾ തുച്ഛമായൊരായുസ് അർത്ഥമുള്ളതും ഏറ്റവും വിലപ്പെട്ടതുമാകും.